ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മെയ് മാസം 2024 കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിൽ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് എവിടെയാണ്? എവിടെയാണ് ഇന്ത്യയിൽ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത്? വാരണാസിയിലാണ്. എവിടെയാണ്? വാരണാസി. ഈ റോപ്പ് വേ എന്നൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മളെ വാരിക്കൊണ്ട് പോകേണ്ടി വരും എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ വാരണാസി എന്നുള്ളത് ഓർത്തു വെക്കാം. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയിട്ടുള്ള ജർമ്മൻ എഴുത്തുകാരി ജെനി എർപ്പൻബെക്ക് ആണ് കേട്ടോ. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയിട്ടുള്ള ജർമ്മൻ എഴുത്തുകാരിയാണ് ജെനി എർപ്പൻബെക്ക്. അപ്പൊ ബുക്ക് ബെക്ക് എന്നുള്ള രീതിയിൽ ഓർക്കാം. ബുക്ക് അല്ലെ, ബുക്കർ. അപ്പൊ ബുക്ക് ബെക്ക്, ജെനി എർപ്പൻബെക്ക് എന്നുള്ളത് ഓർത്തു വെക്കാം. അതേപോലെ തന്നെ ജെനിയുടെ ജാ വെച്ചിട്ട് തന്നെ ജർമ്മൻ എഴുത്തുകാരിയാണെന്നുള്ളത് ഓർക്കുക കേട്ടോ. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ് ജെനി എർപ്പൻബെക്ക് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയിട്ടുള്ള നോവൽ ഏതാണ്? കൈറോസ് ആണ്. കൈറോസ് എന്ന കൃതിയുടെ പരിഭാഷകൻ മൈക്കിൾ ഹോഫ്മാൻ ആണ്. ഓക്കെ, അപ്പൊ കൈറോസ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ബുക്കൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ കൈ വെച്ചിട്ട് തന്നെ ഓർക്കാം, കൈറോസ് എന്നുള്ളത് ഓർത്തു വെക്കാം. 2024 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവ് അലക്സാണ്ടർ സ്വരേവ് ആണ്. ഓക്കെ, 2024 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവ് ആരാണ്? അലക്സാണ്ടർ സ്വരേവ് ആണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ താഴത്തേക്ക്, ഇപ്പൊ ഒരു ഗ്ലാസ് ഒക്കെ താഴത്തേക്ക് ഇട്ടു എന്ന് വിചാരിച്ചോ. ഇറ്റാലിയൻ ആണ്, ഞാൻ ഇട്ടുമായിട്ടൊന്ന് കണക്ട് ചെയ്യാണ്. ഇട്ട് കഴിയുമ്പോൾ നല്ല സ്വരം ഉണ്ടാവും അല്ലെ. അപ്പൊ സ്വരേവ് ആയിട്ടൊന്ന് ഓർത്തു വെക്കാം, അലക്സാണ്ടർ സ്വരേവ്. 2024 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം നേടിയിട്ടുള്ളത് ഇഗ സ്വിയാടെക് ആണ് കേട്ടോ. അപ്പൊ സ്വരേവ് പറയുന്ന പോലെ തന്നെ സ്വാ വെച്ചിട്ട് തന്നെ സ്വിയാടെക് എന്നുള്ള രീതിയിൽ ഓർക്കാം, ഇഗ സ്വിയാടെക്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണെന്ന് പരാമർശിച്ചിട്ടുള്ള ഹൈക്കോടതി മുംബൈ ഹൈക്കോടതിയാണ്. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണെന്ന് പരാമർശിച്ചിട്ടുള്ള ഹൈക്കോടതി ചോദിക്കുകയാണെങ്കിൽ മുംബൈ ഹൈക്കോടതിയാണ്. അപ്പൊ എല്ലാവരും മുംബൈ, നേരത്തെ കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറയില്ല, അതേപോലെ മുംബൈ എന്നുള്ള രീതിയിൽ മുംബൈ ആയിട്ടൊക്കെ ഒന്ന് ഓർക്കുക കേട്ടോ, മുംബൈ ഹൈക്കോടതി. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? സന്തോഷ് കുമാർ യാദവ്. നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ ആണെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ നല്ല സന്തോഷമായിരിക്കും അല്ലെ, കുണ്ടും കുഴിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ സന്തോഷ് കുമാർ യാദവ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ സന്തോഷ് കുമാർ യാദവ്. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ആദ്യത്തെ ചുഴലിക്കാറ്റ് റിമാലാണ്. ഓക്കെ, ബംഗാൾ റിമാൽ പറയുമ്പോൾ ഒരു പ്രാസം പോലെ ഉണ്ടോ? ബംഗാൾ റിമാൽ. ഓക്കെ, 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ആദ്യത്തെ ചുഴലിക്കാറ്റാണ് റിമാൽ. പേര് നൽകിയിരിക്കുന്ന രാജ്യം ഒമാൻ ആണ് കേട്ടോ. പേര് നൽകിയിരിക്കുന്ന രാജ്യം ഒമാൻ. അർത്ഥം എന്താ? അണലാണ്. അപ്പൊ 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ആദ്യത്തെ ചുഴലിക്കാറ്റ് റിമാലാണ്. പേര് നൽകിയിട്ടുള്ള രാജ്യം ഒമാനും. നോക്കുകയാണെങ്കിൽ തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായിട്ടുള്ള റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി, എന്റെ കൂട്ടുകാരി. തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പാക്കാനുമായിട്ടുള്ള റെയിൽവേയുടെ പദ്ധതി ഏതാണ്? മേരി സഹേലി. മേരി സഹേലി. അടുത്ത പോയിന്റ് നോക്കാം. ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ അജന്യു പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാളി ഛായാഗ്രഹകൻ ആരാണ്? സന്തോഷ് ശിവൻ കേട്ടോ. സന്തോഷ് ശിവൻ. ഈ നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. അപ്പൊ കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ എജന്യു പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാളി ഛായാഗ്രഹകൻ ചോദിക്കുകയാണെങ്കിൽ സന്തോഷ് ശിവനാണ് കേട്ടോ. സന്തോഷ് ശിവൻ. അപ്പൊ ഇതേപോലെയുള്ള കുറച്ച് പോയിന്റ്സുകളും കൂടെ നമുക്ക് നോക്കാം. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൻ വിഭാഗത്തിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അനുസൂയ സെൻ ഗുപ്തേനെയാണ് കേട്ടോ. അപ്പൊ കുറച്ച് അസൂയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ ഓർക്കാം. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൻ വിഭാഗത്തിൽ മികച്ച നടിയാണ്. മികച്ച നടിക്ക് അസൂയാണെന്ന് ഓർക്കാം. അനുസൂയ സെൻ ഗുപ്തയാണ്. 2024 77ാമത്തെ കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓക്കെ, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. 2024 77ാമത്തെ കാൻ ചലച്ചിത്രമേളയിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ ചിത്രം ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അപ്പൊ ഒന്നും കൂടെ നമുക്ക് ഈ പോയിന്റ്സുകൾ നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ എജന്യു പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാളി ഛായാഗ്രഹകൻ സന്തോഷ് ശിവനാണ് കേട്ടോ. സന്തോഷ് ശിവനാണ്. ഓക്കെ, ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ്. അതേപോലെ തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൻ വിഭാഗത്തിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അനുസൂയ സെൻ ഗുപ്ത. 2024 77ാമത്തെ കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ ചിത്രം
ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അടുത്ത് നോക്കാം. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് നേർവഴി. ഓക്കെ, അപ്പൊ സ്കൂൾ കുട്ടികളൊക്കെ നേരായിട്ടുള്ള വഴിയിലൂടെ നയിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ചതാണ് കേട്ടോ. എക്സൈസ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് നേർവഴി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തി കാമി ഹൃദയാണ്. ഓക്കെ, 30 തവണയാണ്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ഓർത്തു വെക്കാം, 30 തവണയായിട്ടോ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ടുള്ള റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള കാമി ഹൃദ എത്ര തവണയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 30 തവണയാണെന്നുള്ളത് ഓർത്തു വെക്കാം. പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്ര പ്രമേയമാക്കി ഷീല ടോമി എഴുതിയിട്ടുള്ള നോവൽ ആ നദിയോട് പേര് ചോദിക്കരുത്. ഓക്കെ, ആ നദിയോട് പേര് ചോദിക്കരുത്. പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്ര പ്രമേയമാക്കി ഷീല ടോമി എഴുതിയിട്ടുള്ള നോവൽ ഏതാണ്? ആ നദിയോട് പേര് ചോദിക്കരുത്. 10ാമത്തെ വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി ബാലിയാണ് കേട്ടോ. ഓക്കെ, അപ്പോ 10ാമത്തെ വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദിയാണ് ബാലി. നമ്മുടെ ബാഹുബലിനെ ഓർക്കാം അല്ലെ, ബാഹുബലി വെള്ളവുമായിട്ട് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. ആ ഫസ്റ്റ് തുടങ്ങുന്ന ഒരു ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ വെള്ളത്തിൽ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടല്ലോ, അപ്പൊ അങ്ങനെ ആ വാട്ടർ ആയിട്ട് വേണമെങ്കിൽ ഓർക്കാം. 10ാമത്തെ വേൾഡ് വാട്ടർ ഫോറത്തിന്റെ വേദി ബാലിയാണ്, ഇന്തോനേഷ്യ. 2024 9ാമത്തെ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. ഓക്കെ, 2024 9ാമത്തെ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ്. ആണവ സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് 2024 വേദിയായിട്ടുള്ളത് വിയന്നയാണ് കേട്ടോ, ഓസ്ട്രിയ. ആണവ സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് 2024 വേദിയായിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, 2024 നോർവേ ചെസ് ടൂർണമെന്റിൽ ക്ലാസിക്കൽ ചെസ്സിൽ ലോക 1ാം നമ്പർ താരം മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയുടെ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രജ്ഞാനന്ദയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 2024 നോർവേ ചെസ് ടൂർണമെന്റിൽ ക്ലാസിക്കൽ ചെസ്സിൽ ലോക 1ാം നമ്പർ താരം മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയുടെ താരം ആർ പ്രജ്ഞാനന്ദ. നികുതി തട്ടിപ്പ് കണ്ടെത്താൻ കേരളത്തിൽ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ. പഠിച്ചു വെക്കുക, നികുതി തട്ടിപ്പ് കണ്ടെത്താൻ കേരളത്തിൽ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധന ഏതാണ്? ഓപ്പറേഷൻ പാം ട്രീ. ഓപ്പറേഷൻ പാം ട്രീ. അടുത്തിടെ വീണ്ടും സ്ഫോടനം ഉണ്ടായിട്ടുള്ള ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. ഓക്കെ, അടുത്തിടെ വീണ്ടും സ്ഫോടനം ഉണ്ടായിട്ടുള്ള ഇബു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായിട്ടുള്ള അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച് വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള വിക്ഷേപണ വാഹനം ഏതാന്ന് ചോദിക്കണമെങ്കിൽ അഗ്നിബാൺ സോർട്ടഡ് ആണ് കേട്ടോ. അഗ്നിബാൺ സോർട്ടഡ്. ഇതൊക്കെ ഒന്ന് കേട്ടു പോവാ കേട്ടോ. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ നികുതി തട്ടിപ്പ് കണ്ടെത്താൻ കേരളത്തിൽ ആക്രി സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ. അടുത്ത പോയിന്റ് നോക്കാം. എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യക്കാരിയാണ്. ആരാണ്? ക്യാമ കാർത്തികേയനാണ് കേട്ടോ. ക്യാമ കാർത്തികേയൻ. നമ്മൾ നേരത്തെ കാമി ഹൃദയനെ കുറിച്ച് പറഞ്ഞില്ല, അപ്പൊ കായും മായൊക്കെയുള്ള ആൾക്കാരാണ് കേട്ടോ ക്യാമ കാർത്തികേയൻ. ഓക്കെ, അതേപോലെ തന്നെ പ്രായം 16കാരിയാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ 2ാമത്തെ പ്രായം കുറഞ്ഞിട്ടുള്ള പെൺകുട്ടിയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? ഗോപിചന്ദ് തോട്ടക്കുറയാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി. ഓക്കെ, ഒരു ഗോപിയൊക്കെ തൊട്ടിട്ടാണ് പോയെന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. പ്രാർത്ഥിച്ച് ഗോപിയൊക്കെ തൊട്ട്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഗോപിചന്ദ് തോട്ടക്കുറ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ മുഖ്യ പരിശീലകനായിട്ട് നിയമിതനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മിക്കേൽ സ്റ്റാറയാണ് കേട്ടോ. മിക്കേൽ സ്റ്റാറയാണ്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ മുഖ്യ പരിശീലകനായിട്ട് നിയമിതനായിട്ടുള്ളത് മിക്കേൽ സ്റ്റാറെ. ജസ്റ്റ് ഒരു പരിശീലനം എന്ന് പറയുമ്പോൾ നമ്മൾ സാറേ എന്നൊക്കെ ഓർക്കാം. മിക്കേൽ സ്റ്റാറെ. 2024 80 വർഷം പൂർത്തിയാക്കുന്ന ബഷീറിന്റെ നോവൽ ബാല്യകാലസഖി. നോവലാണ് ബാല്യകാലസഖി അല്ലെ. അപ്പൊ 2024 80 വർഷം പൂർത്തിയാക്കിയിട്ടുള്ളതാണെന്നും കൂടെ ഓർത്തു വെക്കാം. കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കുവാൻ കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ്. ഓക്കെ, അപ്പൊ കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാൻ കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ്. മൈൻഡ് ഒക്കെ ബ്ലോ ചെയ്യുക അല്ലെ, മൈൻഡ് ബ്ലോവേഴ്സ്. അടുത്ത് നോക്കാം. കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്നിട്ടുള്ള ജില്ല കൊല്ലം ജില്ലയാണ് കേട്ടോ. കൊല്ലം ജില്ലയാണ്.
അപ്പൊ ഓരോ കൊല്ലവും പുതിയ പുതിയ ആൾക്കാരൊക്കെ അതിനകത്ത് വരുന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിലുള്ള ജില്ല കൊല്ലം. കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാൻ കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ്. അതേപോലെ തന്നെ ബഷീറിന്റെ നോവല് ബാല്യകാല സഖി 2024 80 വർഷം പൂർത്തിയാക്കി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ചിട്ടുള്ള ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് കേട്ടോ. ഇറാൻ പ്രസിഡന്റ്. അപ്പൊ റാൻ ആണ് ഓടി റേസ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. ഓട്ട മത്സരം റേസ് ആയിട്ട് കണക്ട് ചെയ്യാം. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ചിട്ടുള്ള ഇറാൻ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം റൈസി എന്നുള്ളത് ഓർത്തു വെക്കാം. അടുത്ത പോയിന്റ് 2024 മെയ് രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം കേട്ടോ. ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. 2025 കേരളം സമ്പൂർണ്ണ ഇ സ്റ്റാമ്പ് സംസ്ഥാനമായിട്ട് മാറുകയാണ് അതിന്റെ ലക്ഷ്യം. അപ്പൊ 2024 മെയ് രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 3ാമത്തെ സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായിട്ടുള്ള ആരാന്ന് ചോദിക്കണമെങ്കിൽ MV ജനാർദ്ദനനാണ്. ഓക്കെ, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 3ാമത്തെ സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായിട്ടുള്ളത് MV ജനാർദ്ദനൻ. മലയില് ജനങ്ങൾ കയറിയെന്ന് ഓർക്കാം അല്ലെ. മലയിൽ ഇപ്പൊ ശബരിമലയോ അല്ലെങ്കിൽ ഏതെങ്കിലും മലയിൽ ജനങ്ങൾ കയറിയെന്ന് ഓർക്കാം. ജനാർദ്ദനൻ കേട്ടോ, ജനാർദ്ദനൻ, MV ജനാർദ്ദനൻ. കൃതി ഏതാണ്? പെരുമലയൻ. ഓക്കെ, മലയാറ്റൂരിലെ അപ്പൊ പെരുമലയൻ എന്നുള്ളത് ഓർക്കാം. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 3ാമത്തെ സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായിട്ടുള്ളത് MV ജനാർദ്ദനൻ, കൃതി പെരുമലയൻ. സാഹിത്യ അക്കാദമിയുടെ 2021 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയിട്ടുള്ള എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട് ആണ്. ഓക്കെ, സാഹിത്യ അക്കാദമിയുടെ 2021 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയിട്ടുള്ള എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന കേരള സർക്കാരിന്റെ നീന്തൽ പരിശീലന പദ്ധതിയാണ് സ്പ്ലാഷ്. വെള്ളം സ്പ്ലാഷ് ചെയ്തെന്നൊക്കെ പറയില്ല, ഇങ്ങനെ വീഴുക എന്നൊക്കെ പറയില്ല, അതേപോലെ ഓർത്തു വെക്കുക കേട്ടോ. അപ്പോൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന കേരള സർക്കാരിന്റെ നീന്തൽ പരിശീലന പദ്ധതിയാണ് സ്പ്ലാഷ്. ലോക്സഭ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച് പരാതികൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിട്ടുള്ള ആപ്പാണ് സി വിജിൽ. ഓക്കെ, ലോക്സഭ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട സംബന്ധിച്ച് പരാതികൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിട്ടുള്ള ആപ്പ് ഏതാണ്? സി വിജിൽ ആണ്. തായ്ലാന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾ കിരീടം നേടിയിട്ടുള്ളത് സാത്വിക് സായ്രാജും അതേപോലെ തന്നെ ചിറാഗ് ഷെട്ടി. അടുത്ത പോയിന്റ് നോക്കാം. തായ്ലാന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയിട്ടുള്ളത് സാത്വിക് സായ്രാജും അതുപോലെ തന്നെ ചിറാഗ് ഷെട്ടി. അപ്പൊ ഇവർക്ക് എന്താ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർത്തു വയ്ക്കാം. 2024 ഏറ്റവും അധികം നമ്മൾ സ്പോർട്സിൽ ഇന്ത്യ ഓണർ ചെയ്യപ്പെടുന്ന ഒരു പുരസ്കാരമാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. അപ്പോൾ അത് സാത്വിക് സായ്രാജിനും അതുപോലെ തന്നെ ചിറാഗ് ഷെട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ തായ്ലാന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയിട്ടുള്ളതും ഇവർ തന്നെയാണ്. അക്വാട്ടിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽ കുളം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഭൂട്ടാൻ ആണ് കേട്ടോ. ഭൂട്ടാൻ. ഓക്കെ, അക്വാട്ടിക് മത്സരങ്ങൾക്കായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽ കുളം സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഭൂട്ടാൻ. ഭൂട്ടാൻ. ഓക്കെ, വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ ബൂട്ടൊക്കെ അഴിച്ചു വെക്കാന്നൊക്കെ ഓർക്കാം കേട്ടോ. അക്വാട്ടിക് മത്സരങ്ങളാണല്ലോ. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷര മ്യൂസിയം. അക്ഷര മ്യൂസിയം എന്താ? സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നടപ്പിലാക്കുന്ന പദ്ധതി അക്ഷര മ്യൂസിയം. ആനകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേയുടെ പുതിയ AI പദ്ധതിയാണ് ഗജരാജ. ഓക്കെ, ഗജരാജ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആനകളുമായിട്ട് കണക്ട് ചെയ്യും. ആനകളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് റെയിൽവേയുടെ പുതിയ AI പദ്ധതിയാണ് ഗജരാജ. ഗജരാജ. അടുത്ത പോയിന്റ് നോക്കാം. തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും KPSCയുടെ വജ്ര ജൂബിലിയോടും അനുബന്ധിച്ച് വീണ്ടും അവതരിപ്പിച്ചിട്ടുള്ള നാടകമാണ് ഒളിവിലെ ഓർമ്മകൾ. അപ്പൊ തോപ്പിൽ ഭാസിയുടെ ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ കേട്ടോ. ഒന്ന് ഓർത്തു വെച്ചേക്കാം. വേണമെങ്കിൽ തെങ്ങിൻ തോപ്പിലൊക്കെ ഒളിച്ചിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. ഒളിവിലെ, അപ്പൊ ഒളിച്ചിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഗുണ്ടകളെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ്. ഓക്കെ, ഗുണ്ടകളെ പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ആഗ് കേട്ടോ. ആഗ്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസം ശക്തിയാണ്. അതിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ മേഘാലയ. ഇന്ത്യ ഫ്രാൻസ് അപ്പോ സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? ശക്തി. അപ്പൊ ഇന്ത്യക്ക് നല്ല ഫാൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതായത് ഇന്ത്യയുടെ ശക്തിയായിരിക്കും എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ ഇന്ത്യ ഫ്രാൻസ് അല്ല, ഫ്രാൻസ് കേട്ടോ. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമാണ് ശക്തി. വേദി എവിടെയാണ്? മേഘാലയ. മേഘാലയ. റഷ്യയുടെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? മിഖായേൽ മിഷുസ്റ്റിൻ കേട്ടോ.
അപ്പൊ ഇവിടെ ഒരു ഷായ് ഉണ്ടല്ലോ, റഷ്യ. അപ്പൊ മിഷുസ്റ്റിൻ. റഷ്യയുടെ നിലവിലെ പ്രധാനമന്ത്രി മിഖായേൽ മിഷുസ്റ്റിൻ. ഇനി കാസാബ്ലാങ്ക ചെസ് ടൂർണമെന്റിലെ വിജയി മാഗ്നസ് കാൾസൺ. ഓക്കെ, അപ്പൊ കാസാബ്ലാങ്ക അതിനകത്ത് തന്നെ കായും സായൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മാഗ്നസ് കാൾസൺ. 2024 മെയ് KSB ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് ബിജു പ്രഭാകരൻ. 2024 മെയ് KSEB ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് ബിജു പ്രഭാകരൻ. അടുത്ത പോയിന്റ് നോക്കാം. ഗ്രീൻ എനർജി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായിട്ടുള്ളത് അനീഷ് ശേഖർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രീൻ പ്ലാന്റ്സ് ഇങ്ങനെ ശേഖരിച്ച് വെക്കും അല്ലെ, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഫോട്ടോസിന്തസിസ്, അതിലൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അപ്പൊ ഗ്രീൻ എനർജി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായിട്ടുള്ളത് അനീഷ് ശേഖർ. അടുത്ത പോയിന്റ്, ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസി ഏതാ? നാസയാണ്. ഈ പദ്ധതിക്ക് നൽകിയിട്ടുള്ള പേര് ഫ്ലോട്ട് എന്നാണ് കേട്ടോ. അപ്പൊ ചന്ദ്രനിൽ ആദ്യമായിട്ട് റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസി ഏതാണ്? നാസയാണ്. പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഫ്ലോട്ട്. അടുത്ത പോയിന്റ്, സൗരോർജ ഉൽപാദനത്തിൽ ഇന്ത്യ ഏത് രാജ്യത്തെ പിന്തള്ളിയാണ് 3ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്? ജപ്പാനെയാണ് കേട്ടോ. അപ്പൊ 1ാം സ്ഥാനത്തുള്ളത് ചൈന, 2ാം സ്ഥാനത്തുള്ളത് അമേരിക്ക, 3ാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. ഓക്കെ, ചൈന, അമേരിക്ക, ഇന്ത്യ, പിന്നെയാണ് ജപ്പാൻ വരുന്നത് കേട്ടോ. അപ്പൊ സൗരോർജ ഉൽപാദനത്തിൽ ഇന്ത്യ ഏത് രാജ്യത്തെ പിന്തള്ളിയാണ് 3ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്? ജപ്പാനെയാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ആദ്യ 25-ൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത മണിക ബത്രയാണ് കേട്ടോ. ടേബിൾ ടെന്നീസ് താരമാണ്. അപ്പൊ പ്രത്യേകം പഠിച്ചു വെച്ചേക്കാം, മണിക ബത്ര ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ടേബിൾ ടെന്നീസ് ആണ് അല്ലെ. ഫുഡ് കഴിക്കേണ്ട മണിയൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമ്മൾ വേഗം ടേബിളിൽ പോയിരിക്കുന്നൊക്കെ ഓർക്കാം. അപ്പൊ അങ്ങനെ മണിക ബത്ര, ടേബിൾ ടെന്നീസ് എന്നുള്ളത് ഓർത്തു വെക്കാം. 2023 47ാമത്തെ ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രം ചോദിക്കുകയാണെങ്കിൽ ആട്ടമാണ് കേട്ടോ. ആട്ടമാണ്. 2023 47ാമത്തെ ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് ആട്ടം. അപ്പൊ ഒരു ആട്ടം കണ്ടു കഴിയുമ്പോൾ പലരും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ആട്ടം. മികച്ച സംവിധായകൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ആനന്ദ് ഏകർഷി. ഓക്കെ, മികച്ച നടൻ ബിജു മേനോൻ, അതുപോലെ തന്നെ വിജയരാഘവൻ കേട്ടോ. ഗരുഡൻ എന്ന ചിത്രത്തിലാണ് ബിജു മേനോനെ മികച്ച നടനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വിജയരാഘവൻ പൂക്കാലം എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം. മികച്ച നടി ശിവതയാണ്, ജവാനും മുല്ലപ്പൂവും. അതേപോലെ തന്നെ സെറിൻ ഷിഹാബ് കേട്ടോ, ആട്ടം എന്നുള്ള ചിത്രത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒന്ന് ഓർത്തു വയ്ക്കാം, 2023 47ാമത്തെ ഫിലിം ക്രിട്ടിക്സ് അവാർഡില് മികച്ച ചിത്രം ആട്ടമാണ്. മികച്ച സംവിധായകൻ ക്രിട്ടിസൈസ് ചെയ്തപ്പോഴും വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന് ഓർക്കാം, ആനന്ദാണെന്നുള്ള കാര്യം ഓർക്കാം, ആനന്ദം വന്നു എന്നൊക്കെ ഓർത്തു വയ്ക്കാം. മികച്ച നടൻ ബിജു മേനോൻ. അതേപോലെ തന്നെ വിജയരാഘവനും. മികച്ച നടി ശിവതയാണ്. അതേപോലെ തന്നെ സെറിൻ ഷിഹാബ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, 2023 ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പൊ 2023 ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള വിമാനത്താവളം ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ 2024 വേദി എവിടെയാ? ന്യൂഡൽഹിയിലായിരുന്നു കേട്ടോ. ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ 2024 വേദി എവിടെയാണ്? ന്യൂഡൽഹി. ഒരു പുതിയ സ്കില്ല് കിട്ടിയെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ, ന്യൂ സ്കില്ല് വന്നു എന്നൊക്കെ ഓർക്കാം. ഇന്ത്യ സ്കിൽ കോമ്പറ്റീഷൻ 2024 ന്യൂഡൽഹി. പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് 2024 വേദി തായ്ലാന്റ് ആണ്. ഓക്കെ, പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പിന്റെ 2024 വേദി ചോദിക്കുകയാണെങ്കിൽ തായ്ലാന്റ് ആണ് കേട്ടോ. ഓക്കെ, 2024 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. ക്രിമിനൽ കേസിൽ പ്രതികളായ വ്യക്തികളെ കണ്ടെത്താനായിട്ട് പോലീസ് പുറത്തിറക്കുന്ന നോട്ടീസ് ആണ് ബ്ലൂ കോർണർ നോട്ടീസ് കേട്ടോ. അപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്താനായിട്ട് പോലീസ് പുറത്തിറക്കുന്ന ഒരു നോട്ടീസാണ് ബ്ലൂ കോർണർ നോട്ടീസ്. 2024 മെയ് മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ജർമ്മനിയാണ്. അപ്പൊ 2024 മെയ് മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ചിട്ടുള്ള രാജ്യം ജർമ്മനി. 2024 ഫെഡറേഷൻ കപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത് നീരജ് ചോപ്രയാണ്. 2024 ഫെഡറേഷൻ കപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയിട്ടുള്ളത് നീരജ് ചോപ്ര. ഇന്ത്യൻ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായിട്ടുള്ള ശക്തിയുടെ
7ാമത്തെ പതിപ്പിന് വേദിയാകുന്നത് മേഘാലയ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്. ഇതേപോലെ തന്നെ 2024 മെയ് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ S-400 മിസൈലുകൾ വാങ്ങിയത്? റഷ്യയിൽ നിന്നാണ് കേട്ടോ. S-400 മിസൈലുകൾ വാങ്ങിയിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. അടുത്ത പോയിന്റ് 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ദുർഗാ പ്രസാദ് ആണ്. 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ദുർഗാ പ്രസാദ് കേട്ടോ. അപ്പൊ രാത്രിയിൽ അച്ഛനെ കാണണം എന്നൊക്കെ പറയുന്നത് ഒരു ദുസ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴാണെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അപ്പൊ ദൂ വെച്ചിട്ട് എന്നുള്ളത് ഓർക്കാം, ദുർഗാ പ്രസാദ്. ഓക്കെ. അടുത്ത പോയിന്റ് യൂണിസെഫിന്റെ ഇന്ത്യയിൽ അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂർ ആണ്. യൂണിസെഫിന്റെ ഇന്ത്യയിൽ അംബാസിഡർ ആയിട്ട് നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂർ. ഇന്ത്യയുടെ എത്രാമത്തെ നാവികസേന മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി? 26ാമത്തെ കേട്ടോ. ഇന്ത്യയുടെ എത്രാമത്തെ നാവികസേന മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി എന്ന് ചോദിക്കുകയാണെങ്കിൽ 26ാമത്തെ. 2025 ജാനുവരി 1 ശേഷം മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത് നമ്മുടെ കേരളമാണ്. 2024 4ാമത്തെ ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരം. 2024 4ാമത്തെ കേരള സഭയുടെ വേദി എവിടെയാണ്? തിരുവനന്തപുരം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ചോദിക്കുകയാണെങ്കിൽ അത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ 2ാമത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് തൃശ്ശൂരാണ്. ആദ്യത്തെ ജില്ല ഏതാ? പാലക്കാട് ജില്ല. ഓക്കെ. അപ്പൊ ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ 2ാമത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ് കേട്ടോ. ആദ്യത്തെ ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. ഓക്കെ. അപ്പൊ ഇത്രയും പോയിന്റ്സുകളാണ് നമുക്ക് 2024 മെയ് മാസത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സ്. ഇനി നമുക്ക് അധികം വൈകാണ്ട് തന്നെ ജൂൺ മാസം 2024 പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.